അവർ 4 പേരും എന്നും വൈകുന്നേരങ്ങളിൽ ഒരുമിച്ച് കൂടാറുണ്ടായിരുന്നു. ഇന്ന് ആ സൗഹൃദ വലയത്തിൽ ശേഷിക്കുന്നത് ഒരാൾ മാത്രമാണ്. ഒന്നിച്ച് ചിരിച്ചു കളിച്ച് മരണത്തിലേക്ക് പോയ കൂട്ടുകാരെ ഓർത്ത് കണ്ണീർ വാർക്കുകയാണ് ആ ദുരന്തത്തിൽ നിന്നും തരനാഴികയ്ക്ക് രക്ഷപ്പെട്ട ആകാശ്. MV നിവേദ്, ജോബിൻജിത്ത്, അഭിനവ് എന്നിവരെയാണ് ആകസ്മിക മരണം തട്ടിയെടുത്തത്. അടുത്ത ആഴ്ച ജോലിക്കായി ചെന്നൈയിലേക്ക് പോകാനിരിക്കവെയാണ് അഭിനവിനെ മരണം തട്ടിയെടുത്തത്. പുറത്തെത്തിക്കുമ്പോൾ അഭിനവിൽ ജീവന്റെ തുടിപ്പുകൾ ഉണ്ടായിരുന്നതായി രക്ഷാപ്രവർത്തനം നടത്തിയ നാട്ടുകാരിൽ ഒരാൾ പറയുന്നു. ആദ്യ അലോട്ട്മെന്റിൽ തന്നെ +1 പ്രവേശനം നേടിയ സന്തോഷത്തിലായിരുന്നു ജോബിൻജിത്ത്. ഞെട്ടിക്കുന്ന ദുരന്ത വാർത്ത അറിഞ്ഞെത്തിയവർ ഇവരുടെ വീടിന് സമീപത്തെ വായനശാലയ്ക്ക് സമീപം തടിച്ചുകൂടി. നെഞ്ചുപിളർക്കുന്ന ഈ വാർത്ത എങ്ങനെ അവരുടെ വീട്ടുകാരെ അറിയിക്കുമെന്ന വേദനയിലായിരുന്നു നാട്ടുകാർ. നാടിന്റെ പ്രതീക്ഷയായിരുന്ന 3 സുഹൃത്തുക്കളുടെ വേർപാടിന്റെ നോവുമായി മയ്യിൽ MMC ഹോസ്പിറ്റലിൽ രാത്രി വൈകിയും നാട്ടുകാർ തടിച്ചുകൂടി. കഴിഞ്ഞ ദിവസം വൈകിട്ട് വീടിന് സമീപമുള്ള മയ്യിൽ ഇരുവാപ്പുഴ നമ്പ്രം ചീരാച്ചേരി കടവിലാണ് നാടിനെ നടുക്കിയ ദുരന്തമുണ്ടായത്. സുഹൃത്തുക്കളായ 4 പേരും ചൂണ്ട ഇടാനായി എത്തിയതായിരുന്നു. ഇവർ ചൂണ്ടയിടുന്ന സമയത്ത് കനത്ത മഴ പെയ്യുന്നുണ്ടായിരുന്നു. ചൂണ്ടയിടുന്നതിനിടെ മഴയിൽ കര ഇടിഞ്ഞു വീണ മൂവരും പുഴയിലേക്ക് വീഴുകയായിരുന്നു. ആകാശ് നേരെ പുറകോട്ട് ചാടിയതിനാൽ ജീവൻ തിരിച്ചു കിട്ടി. തുടർന്ന് ആകാശിന്റെ നിലവിളി കേട്ടാണ് പരിസരവാസികൾ ഓടിയെത്തുന്നത്. കരയിലെ മണ്ണിടിഞ്ഞ് വീണതോടെ ഇവർ വെള്ളത്തിനടിയിലെ ചുഴിയിൽ കുടുങ്ങിപ്പോവുകയായിരുന്നു. കാലുകൾ മുഴുവനായി ചെളിയിൽ പൂണ്ടുപോയതിനാൽ ഇവർക്ക് മുകളിലേക്ക് ഉയരാൻ സാധിച്ചില്ല. തുടർന്ന് ശ്വാസമെടുക്കാൻ കഴിയാതെ വന്നതോടെ 3 പേരും മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. പിന്നീട് രക്ഷാപ്രവർത്തകർ ഇവരെ പുറത്തെടുത്ത് ആശുപത്രിയിലെത്തിച്ചു. പക്ഷേ ഈ 3 പേരുടെയും ജീവൻ തിരിച്ചെടുക്കാനായില്ല. നീന്തൽ നന്നായി അറിയുന്നവർ ആയിട്ട് പോലും 3 പേരുടെയും മരണത്തിന്റെ ഞെട്ടലിലാണ് പ്രദേശവാസികൾ. കണ്ണൂരിലെ സ്വകാര്യ സ്ഥാപനത്തിൽ CA വിദ്യാർത്ഥിയാണ് നിവേദ്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ പൂർത്തിയാക്കിയ ആളാണ് അഭിനവ്. ഇതിൽ മരണപ്പെട്ട 2 പേർ സഹോദരന്മാരുടെ മക്കളാണ്. 3 പേരുടെയും അകാല വിയോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം അനുശോചനം അറിയിച്ചിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല. നന്ദി.